Hi everyone, my name is Dixie Simendi. I am from India. Today in this video, public speaking. നിങ്ങളൊരു പബ്ലിക് സ്പീക്കർ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അല്ല, നിങ്ങൾ പൊതുവേദിയിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റേജിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടിയെന്ന് വിചാരിച്ചോ. നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള വലിയൊരു വിവരണം മാഗസീൻസ്, ടി വി, വീഡിയോസ് ഇതെല്ലാത്തിൽ നിന്നും കുറേ ഇമ്പോർട്ടൻസ്, കുറേ കുറേ വിവരണങ്ങൾ പേപ്പറിലേക്ക് എഴുതുക. കുറേ നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കളക്ട് ചെയ്യുക, പേപ്പറിലേക്ക് എഴുതുക. എന്നിട്ട് അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. അതിൽ നിന്ന് ഷോർട്ടായിട്ട് 1, 2, 3 എന്ന് ഷോർട്ടായിട്ട് എടുത്ത് എഴുതുക. അത് തന്നെ എടുത്തുകൊണ്ട് പോയി സ്റ്റേജിൽ കയറി വായിക്കരുത്. ഓക്കെ? അപ്പോൾ ആ ഷോർട്ട്സ് 1, 2, 3 എന്ന് എടുക്കുക, എഴുതി പോയിൻറ്റ്സുകൾ മാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റേജിൽ സെക്കൻഡ് വൺ സ്മൈൽ. ഈ സ്മൈൽ എന്ന് പറയുന്നതില്ലേ, ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പ്രത്യേക വരദാനമാണ് സ്മൈലി. അതെല്ലാവർക്കും കിട്ടിയെന്ന് വരത്തുന്നില്ല. അത് കിട്ടാത്തവരെന്ത് ചെയ്യണം? അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ചില ആൾക്കാർ ഓർക്കും നമ്മൾ സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കണേന്ന് ഓർക്കും. അല്ല, നിങ്ങൾ കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചിരിക്കുന്നുണ്ടാ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ചിരി എന്ന് പറയുന്നത് വളരെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു അനുഗ്രഹമാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പഠിക്കുക. തേർഡ് വൺ, ഇപ്പോൾ 2 പറഞ്ഞല്ലോ. ഇനി മൂന്നാമതായിട്ടുള്ളതാണ് നമ്മുടെ കൈയുടെ എക്സ്പ്രഷൻ. ഇപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരാളെ വിളിക്കുന്നതെന്ന്. ഇങ്ങനെ ടാറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരെയോ പറഞ്ഞേക്കാണ്, അല്ലേ? അപ്പോൾ ഒരു 80% നമ്മളുടെ കൈകളുടെ ആംഗ്യ ഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കൈ 2 പോക്കറ്റിലിട്ടുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഫോർത്ത് വൺ, സ്റ്റേജിൽ മൈക്കൊരു സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിച്ചുകൊണ്ട് സംസാരിക്കാൻ പഠിക്കാം. പിന്നെ ഒരു 19 പേരുള്ള ഒരു വേദിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കണ്ണി തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. ഒരു 5 സെക്കൻഡ് ഒരാളുടെ കണ്ണുകൾ നോക്കുക, അടുത്ത ആളുടെ അഥവാ നിങ്ങൾക്ക് കണ്ണുകളിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിരികത്തിൻ്റെ ഈ വശത്തേക്ക് നോക്കുക. എന്നിട്ട് കണക്ട് ചെയ്ത് പോവുക. അല്ല, ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് പറയാൻ പാടില്ല. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. ഒരു 10,000 പേര്, 3,000 പേരൊക്കെ ഉള്ള വേദിയിലാണ് നിങ്ങൾക്ക് സംസാരിക്കുന്ന അവസരം കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നോക്കി വരുമ്പോൾ അവരൊക്കെ ഓർക്കും അവരെ തന്നെയാണ് നോക്കണേന്ന് വിചാരിക്കും. ഓക്കെ? ഇനി സിക്സ്ത് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിക്സ്ത് വൺ നമ്മുടെ തലയുടെ പോസ്ചറാണ്. ഈ തലയുടെ പോസ്ചർ ഞാൻ ഇങ്ങനെ നോക്കി സംസാരിച്ച് അതൊരു ഭംഗി കുറവായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഒരു പോസ്ചറുണ്ട്. ആ പോസ്ചർ അനുസരിച്ച് സംസാരിക്കാൻ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല. ഒന്ന്, നമ്മൾക്ക് കിട്ടാവുന്ന അത്രയും കാര്യങ്ങൾ ശേഖരിച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് പോയിൻറ്റ്സുകൾ മാത്രം എഴുതിയെടുക്കുക. പിന്നെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. വേദിയിലുള്ളവരെ നോക്കി സംസാരിക്കുക. വേദിയിലുള്ളവരെ ഓരോരുത്തരും നോക്കി സംസാരിക്കുക. അല്ലെങ്കിൽ അവർക്ക് പ്രസംഗം കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അവരെ നോക്കി അവർ വേറെ വല്ലയിടത്തോട്ട് നോക്കും, നമ്മൾ വേറെ വല്ലയിടത്തോട്ട് നോക്കും. പിന്നെ നമ്മുടെ തലയുടെ പോസ്റ്റർ ശരിയായിരിക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നോക്കി സംസാരിക്കാൻ പഠിക്കുക. ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ യു ലൈക്ക് ദ വീഡിയോ, ഫോളോ മീ, ലെറ്റ് മീ റൈറ്റ് ദ കമൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ 27th ഹോട്ടൽ ലേ മെറിഡിയനിൽ വെച്ച് 10 മണിക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും, ഇപ്പം എന്നെ അറിയാവുന്ന ആൾക്കാർ വിചാരിക്കും ഡിക്സി മലേഷ്യയിലാണല്ലോ, പിന്നെ എങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി. ഞാൻ 23rd നാട്ടിൽ വരും. 27th ലേ മെറിഡിയനിൽ ക്ലാസ് വെച്ചിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ 27th 10 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 5 മണി വരെയാണ് ക്ലാസ്.
പിന്നെ ഒരു 1 വീക്ക് ശേഷം ഞാൻ തിരിച്ച് റിട്ടേൺ ഇങ്ങനെ അടിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ മീ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.